അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അതെ, അപ്പോൾ കുറേ ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ഒരു മാസം മതിയോ? ഏകദേശം ആയി. അപ്പം നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്ത് ഒരുപാട് കരുതും ചിലവര്. പക്ഷെ ഒട്ടും അതൊന്നുമല്ല. കാരണം എന്താ, നമുക്ക് കണ്ടന്റ് ഇല്ല ചെയ്യാനായിട്ട്. അതെ, പിന്നെ ഈ കോസ്റ്റ്യൂം എന്താ വെച്ചാൽ നമ്മളൊരു അതെ റീൽസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ആവശ്യമായിട്ട് കോസ്റ്റ്യൂം എടുത്താണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഐഡിയ ഉദിച്ചത്. യൂട്യൂബിൽ വീഡിയോ ഇട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചലഞ്ച്, 3 seconds ചലഞ്ച്. കാരണം ഞാൻ നിങ്ങൾക്കൊരു ഒരു പണി കൊടുത്തുള്ള പരിപാടിയാണ്. 3 വേണോ 5 വേണോ? 3. അപ്പോൾ സംഭവങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചത് ഒന്നുമല്ല, ഞാനൊരു 5 സോങ് അല്ലെങ്കിൽ BGM ഞാൻ വെക്കും. അത് കണ്ടുപിടിക്കണം ഏത് സിനിമയാണെന്നുള്ളത് അല്ലെങ്കിൽ ഏത് പാട്ടാണെന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പാട്ട് കേട്ടാലാണ് ബാക്കി വരി പാടാൻ കിട്ടുകയുള്ളൂ. അങ്ങനത്തെ എന്നോടാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇവളത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന പണിഷ്മെന്റ് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ കാണും, എൻജോയ് ചെയ്യൂ, അഭിപ്രായം പറയൂ. അതിനു മുന്നേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, പിന്നെ ബെൽ ബട്ടൺ തീരെ മറക്കരുത്. ഞങ്ങൾ കുറെ ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും വീഡിയോ വരുമ്പോൾ വരണല്ലോ നോട്ടിഫിക്കേഷൻ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതെ, പിന്നെ കണ്ടന്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും ഞങ്ങളുടെ അടുത്ത് പറയാനായിട്ട് മറക്കരുത്. ഇത് കണ്ടോ, ഇതാണ് പണിഷ്മെന്റ്. കുറച്ച് പഞ്ചസാരയും ഇട്ടിരുന്നെങ്കിൽ നല്ല പുളിയേഞ്ചി ആക്കായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോ ഉള്ളിലേക്ക് മാറ്റി, കാരണം പുറമെ ശബ്ദം ഞാൻ പിടിക്കാം. അപ്പൊ 5 സെക്കൻഡ്, ഞാൻ ആദ്യം 3 സെക്കൻഡാ വിചാരിച്ചേ, പിന്നെ പോട്ടെ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. ഞാൻ അവള് പറഞ്ഞു ഈ വീഡിയോയില് ഞാൻ എത്രത്തോളം അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു അതിന്റെ ഇരട്ടിയായിട്ട് അടുത്ത വീഡിയോയിലേക്ക് പറയും. അപ്പൊ ഞാൻ മാക്സിമം കൊടുക്കാൻ നോക്കാം. ആദ്യം എന്റെ മനസ്സിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു കപ്പ കട്ടി കഴിപ്പിക്കല്, പിന്നെ നാരങ്ങ കഴിപ്പിക്കും. പക്ഷെ അത് എത്ര തൽക്കാലം നമുക്ക് പുളിയും എനിക്ക് അടുത്ത പണിഷ്മെന്റിനുള്ള ഐഡിയ പറഞ്ഞു തന്നിട്ട് അത് പറ്റില്ല. എന്റെ ഐഡിയ വെച്ചിട്ട് താങ്കൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും ഒന്നാ. അപ്പൊ നമുക്ക് ഏത് ഐഡിയാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഞാൻ വലിച്ച് നീട്ടുന്നില്ല. ഫസ്റ്റത്തെ BGM, ഞാൻ BGM ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടങ്ങണ്ണിട്ട് നോക്കിയാലോ? വേണ്ട, ആദ്യം അവിടെ കേൾപ്പിക്കണം. അവിടെ കേൾപ്പിച്ചോളൂ. ഞാൻ മൂവിയാണോ കൗണ്ട് ചെയ്യേണ്ടത്? നരസിംഹം. അപ്പൊ ഒന്ന് നോക്കിയാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. എന്നാലും അയ്യാടാ, ശരിക്കില്ല. ഓക്കെ, അടുത്ത സിനിമ വേറെ ടഫ് ആയിരിക്കും. ഇല്ല കേട്ടോ, ഞാൻ നോക്കുന്നില്ല. ഞാൻ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. മലയാളം മാത്രമല്ലേ ഉള്ളൂ? മലയാളം തന്നെ. അത് ഇങ്ങനൊക്കെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? കാണിച്ചില്ല. കളി വായന വെള്ളം വരുന്നുണ്ട് അല്ലേ? ശരിക്കും 5 സെക്കൻഡ് കഴിഞ്ഞോ? ഇനിയില്ല, 5 സെക്കൻഡേ ഉള്ളൂ. ശരിക്കും കഴിക്കണം. അറിയണ്ടേ നമ്മള്? മമ്മൂക്ക സിനിമയാണ് ഗ്രേറ്റ് ഫാദർ. അതിന്റെ BGM ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഒന്നും രണ്ടെണ്ണോ? ഒന്നും മതി കണ്ടോ. ഞെട്ടി കളിച്ച ആക്രാന്തക്കാൻ അത് കഴിക്കണ്ട. കുറെ ദിവസം കണ്ടന്റ് ഇല്ല പറഞ്ഞാൽ നടക്കുകയാണ്. ഇപ്പൊ നല്ലൊരു കണ്ടന്റ് കിട്ടി. എല്ലാവരും ചെയ്യുന്ന ചലഞ്ചിനാണ്. പക്ഷെ നമുക്കൊരു കൗതുകം ചെയ്യുന്ന വേണം. കണ്ടിട്ട് എനിക്ക് വായൊരു പുണ്ണുണ്ട്. അതെന്നെ കുഴപ്പമില്ല. കുട്ടി ഇറക്കണം. വേഗം ഇറക്ക്, അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കും. അവർക്ക് വായ്പുള്ളവർക്ക് കാണുന്നവർ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട് പറയൂ. എത്രയായി? 2 ചോദ്യം അല്ലേ? ഇഷ്ടപ്പെടുന്നുണ്ട്.
എന്ത് കണ്ണേട്ട വെള്ളം കുടിക്കാൻ പാടുവോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇതൊക്കെ ഏത് സിനിമ? 1 2 3 4 5 പറയൂ. അറിയില്ല. ആദ്യം പുളി പൊതിയാണ് തീർക്കുന്നത്. ഏതാ ചോദിക്ക? സിനിമ കഴിക്കാൻ വേണ്ടിട്ടാണോ വന്നത്? സിനിമ പുളിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സിനിമ ഏതാ? ഫഹദിന്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ കുഴപ്പമില്ലല്ലോ. മോഹൻലാലിന്റെ മറ്റേ സിനിമയെന്ന് നീ എടുത്ത് ചോദിച്ചത് ഏതൊരു പടം? രാവണപ്രഭു. രാവണപ്രഭുവിൽ ആരാ അഭിനയിച്ചെന്ന് ചോദിച്ച വ്യക്തിയാണ്. അതെനിക്ക് നടന്മാര് കൺഫ്യൂഷൻ ആയി പോയതാ. അതെന്താ? എത്ര ക്വസ്റ്റ്യൻ ആണ്? 5 ചോദ്യത്തിൽ 3 ചോദിച്ചിട്ടുള്ളൂ. നാലാമത്തെ ഈസി അത്, മനസ്സിലായില്ലേ? ഒരു പച്ചമുളക് തരരുത് ഇനിയും. ഇല്ല, തരില്ല. 4ാമത്തെ ചോദ്യം ഇതാ, പിടിച്ചോ. കഴിഞ്ഞിട്ടോ? 1 2 3 4 5. അറിയില്ല. മുളക് തരാം. മുളക് പുളിയും കൂടിയല്ലോ. മുളകും പുളിയും കൂടി ഞാൻ അവരും എത്തുന്നത് ഭയങ്കര ഇഷ്ടം. തുറക്കാൻ പറ്റുന്നില്ല എരിവ് കാരണം. കൊതിയെത്തി കേട്ടില്ലേ? വായല് വളമല്ല. നല്ല കേട്ട. 4 ചോദ്യത്തില് ഒരൊറ്റെണ്ണം പറഞ്ഞ് അവൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആശുപത്രി പോകും. ഇപ്പൊ 4 എണ്ണത്തിലും താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നു. എന്താ ഇനി വേണം? എനിക്ക് വെള്ളം വേണം. വെള്ളം നടക്കില്ല. വീഡിയോ കഴിഞ്ഞ് കൺക്ലൂഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കൂ. ഞാൻ കണ്ടുപിടിക്കണ്ടേ? സിനിമ കണ്ടുപിടിക്കണ്ടേ? വേണ്ടേ? ഓക്കെ, 5ാമത്തെ ചോദ്യം. അല്ല, 5ാമത്തെ ചോദ്യം. സോറി, ഇത് കഴിഞ്ഞത് തന്നെയാണ്. 5ാമത്തെ കേട്ടെ. ഇതല്ല. അയ്യോ, സുരേഷ് ഗോപിയുടെ പടം നമ്മൾ അടുത്ത് കണ്ടൂല. കണ്ടില്ല അവസ്ഥ. ഈ സിനിമയുടെ വരെ ഞാൻ പറയാൻ പറയട്ടെ. ഗോഡ് ഫാദർ 500ന്റെ. എനിക്കറിയാം. എനിക്ക് പച്ചമുളകിന് വേണ്ട, നീയായിട്ടുണ്ടാക്കി ചലഞ്ചത്. എന്താ അവിടെ ഇരുന്ന് ചവിട്ടി കാലിലടി ഇതോ? ഇത് കണ്ട, 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 4 എണ്ണത്തിന് ഫ്ലോപ്പ് ആയിരിക്കണം. വേറൊരു കാര്യം പറയണ്ടോ? ചലഞ്ചിന് മുമ്പ് കുട്ടി എന്നോട് പറഞ്ഞു 5 ചോദ്യത്തില് 3 ചോദ്യത്തിന്റെ ആൻസർ അവർക്ക് പറഞ്ഞു കൊടുക്കണം. 2 പക്ഷെ അതിലൊരു രസമില്ലല്ലോ. അപ്പൊ ഞാൻ അടുത്തൊരു ഐഡിയ ആണ്. അവൾക്ക് ഈസി ആയിട്ടുള്ള അങ്ങനത്തെ കൊടുത്താൽ തന്നെ അവൾ പറയില്ല. അത് എനിക്കറിയാം. ഇപ്പൊ തന്നെ ഉണ്ട് ഗോഡ് ഫാദർ ഉണ്ടപ്പോ കമ്മീഷൻ കല്യാണത്തിന് മുമ്പേ കുട്ടി സിനിമ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബിജിഎംസ് ഒന്നും വെച്ച് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നരസിംഹം കണ്ടുപിടിച്ചു. കണ്ടോ? നല്ല കാര്യം. അതിലാ ട്യൂഡ് വന്നതോട്ട് മാത്രം എനിക്ക് അറിഞ്ഞത്. പിന്നെ അടുത്ത ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു ചലഞ്ച്. അല്ല, മെല്ലെ പറയണോ? ഇതാണ് നമ്മുടെ വീഡിയോ. വലിയ കണ്ടന്റ് അല്ല, ജസ്റ്റ് ഒരു 5 questions അതിൽ ഉത്തരം പറയാൻ വേണ്ടി. വലിയ കണ്ടന്റ് അല്ലാന്നോ? അയ്യോ, ഇത് കഴിഞ്ഞ 1 മണിക്കൂർ വളർത്താൻ വേണ്ടി ഞാൻ പറയട്ടെ. അപ്പോ പിന്നെ കുറച്ച് പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നാട്ടിലാണോ, അതുപോലെ യൂട്യൂബിലും ചോദിക്കുന്നുണ്ട് ബാംഗ്ലൂരാണോ. ഞാൻ ഇപ്പൊ കറന്റ് ഞങ്ങൾ നാട്ടിലാണ്, ഇപ്പൊ തിരിച്ചു പോകും.
അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഇനി എന്തെങ്കിലും ചലഞ്ച് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണത്. ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തില്ലെങ്കിൽ പുളി കുറച്ച് എനിക്ക് തരുമോ? എനിക്ക് പുളി ഇഷ്ടം, അതാ ഞാൻ പുളി വെച്ചോളാൻ പറഞ്ഞത്. എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, പക്ഷെ പച്ചമുളകിന്റെ കാര്യം ഞാൻ അറിഞ്ഞില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇനിയും ഇതുപോലെ രസകരമായിട്ട് എനിക്ക് രസകരമായിട്ടുള്ള ചലഞ്ചുകൾ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും പറയുന്നു, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതെ, ബൈ.